എന്തിനാ അങ്ങനെ രാവിലെ തന്നെ കിടന്ന് മൂങ്ങണത്? എന്തിനാ ഞാൻ കരയണെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്തതല്ലേ നിങ്ങളിപ്പോൾ ചെയ്യാൻ പോണത്? ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇപ്പം എനിക്ക് എന്ത് കുറവുണ്ട് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഒരു കുഞ്ഞിന് തരാൻ പറ്റിയില്ല? അത് എൻ്റെ കുഴപ്പമില്ലല്ലോ, അതൊരു വിധിയല്ലേ. ഇന്നലേക്ക് നാളെ ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. അതിന് നിങ്ങളുടെ ഉമ്മാൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഈ പണിക്ക് നിൽക്കണം വല്ല ആവശ്യമുണ്ടാവും? ഒരു പെണ്ണ് സഹിക്കില്ല അതൊന്നും. ഞാൻ എന്തായാലും കഴിക്കാൻ തന്നെ പോണത്. എനിക്കൊരു കുട്ടിനെ വേണം. നീ എന്ത് എതിർത്താലും ഞാനിത് ചെയ്യും. നീ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോ, അതാ നിനക്ക് നല്ലത്. എന്നെ ഒതുക്കാൻ നീ വരണ്ട കേട്ടോ. സമ്മതം കിട്ടിയാ? ഇല്ലമ്മ. സമ്മതിക്കൂല, എനിക്കറിയാം. ഉള്ള സമ്മതമൊക്കെ ആർക്ക് വേണം. ഞാനൊന്ന് വിചാരിച്ച നടത്തിയിട്ട് തന്നെ ഇരിക്കുള്ളൂ. എന്തായാലും ബ്ലോക്ക് നാളെ വരാൻ വന്നിട്ടുണ്ട്, വിവരങ്ങളൊക്കെ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് റെഡിയായി നിന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കണം. അധികം നീട്ടാനൊന്നും ഇല്ല. എല്ലാ ശ്രീധനത്തിൻ്റെ കാര്യം ഒക്കെ പറയണം. അവളുടെ സമ്മതമൊന്നും ഇപ്പോൾ ആവശ്യമില്ല. എന്നാലും ഒന്ന് ചോദിച്ചില്ല, നാളെ ചോദിച്ചില്ല എന്ന് പറയില്ലല്ലോ. എന്തായാലും നാളെ 7 മണിക്ക് ജബ്ബാർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇജ്ജ് വേറെ റെഡി ആയിട്ട് നിൽക്കണം പോകാൻ. വേഗം അധികം ആരും വിളിക്കണ്ട, വേഗം കാണുക, സംസാരിക്കുക, മുതലിൻ്റെ കാര്യമൊക്കെ ഒത്തുതീർപ്പാക്കുക, കൂട്ടിക്കൊണ്ടുവരിക. ആരും വിളിക്കില്ല. ഇതുപോലെ എല്ലാവരും പരത്താൻ നിൽക്കുന്നില്ല. അമ്മ ശരി, എന്നാ നമുക്ക് വേഗം തന്നെ പോവാം, ഒക്കെ റെഡിയാക്കാം. എന്തിനാ അങ്ങനെ മോങ്ങിട്ടിരിക്കുന്നത്? പോണ കാര്യം റെഡിയാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. വെറുതെ മോങ്ങിട്ടിരിക്കുന്നത് എനിക്കും കൂടെ ഒരു നല്ല കാര്യത്തിനല്ലേ. ഒരു കുഞ്ഞിക്കാലം എനിക്ക് കാണണ്ടേ? ഇത്ര കാലമായി ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട്. അപ്പൊ പോണ കാര്യം ഒന്ന് പ്രാർത്ഥിക്കുന്നു മോങ്ങാണ്ട്. റെഡി ആയില്ലേ? പിന്നെ രാവിലെ ബ്രോക്കർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വേഗം പോണമെന്ന് പറഞ്ഞിട്ട്. ഓൻ വണ്ടിയിലല്ല, നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വേഗം റെഡിയാകും, എന്നിട്ട് പോകണം കേട്ടോ. ശരി. ഇനി ഓളെ കൊണ്ട് വന്നിട്ടുണ്ട് പറഞ്ഞു നിൽക്കാണ്ടേ, ഇജ്ജ് വേഗം ഇറങ്ങാൻ നോക്കുന്നുണ്ട്. എനിക്കിപ്പോൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? താത്താക്ക് ഇഷ്ടമായോ? എന്നെ കല്യാണം കഴിക്കുന്ന താത്താക്ക് ഇഷ്ടമാണോ? താത്ത എന്നോടൊന്നും മിണ്ടുന്നില്ല. താത്താക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലേ എന്നെ കല്യാണം കഴിച്ചത്? അവളുടെ ഇഷ്ടമൊക്കെ ആർക്ക് വേണം? ഇഷ്ടം നോക്കി ഒന്നും നടക്കില്ല. പുതുപെണ്ണ് ഇത്ര വേഗം അടുക്കളയിൽ കയറിയോ? അമ്മ ജസ്റ്റ് ഒന്ന് കയറിയത് മാത്രം. ഒന്നും കൊണ്ടാൻ പോകുന്നു കേട്ടോ. സാധനമാണത്, ഒന്നും പറയാൻ നിൽക്കണ്ട. അവൾ ചെയ്യട്ടെ, തെറ്റതാണ്. താത്ത ഒരു പാവായതുകൊണ്ടാണ് താത്താൻ്റെ മേലെ കുതിര കയറുന്നത്. അതിന് ഒരു പെണ്ണും സഹിക്കാൻ പറ്റാത്തതല്ലേ ഒരു രണ്ട് പങ്കിടുക എന്നുള്ളത്. ഒരാണിന് 2 പെണ്ണ് ആരെയാ സഹിക്കുക? ആ ഒരു ചെറിയ വിഷമം തന്നെ ഉള്ളൂ. എന്നെ കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ എന്താ പറയുക വേദനിപ്പിക്കുന്നത്. നിന്നെ കൊണ്ടുവന്നതിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷേ ഞാൻ പ്രസവിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുത്തിക്കാട്ടുക ഇന്നീ മോന്.
അത് കേൾക്കും, ആ പറച്ചിൽ കേൾക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് വേദന. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്നാലും എനിക്കൊന്നും സഹിക്കില്ലല്ലോ. ഒരു പെണ്ണിരിക്കച്ച വേറൊരു ഭാര്യ വരുമ്പോൾ ആർക്കായാലും സങ്കടം തന്നെയല്ലേ. പിന്നെ അവരുടെ ഓരോ കുത്തുവാക്കുകളും ഒക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് എന്താ കഥ. ഇതിപ്പോ രണ്ടാളും കൂടെ എന്തിപ്പോ ഒരേ ചർച്ചയില്. ഓള് വന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പത്തിന് എന്തത് പണിയൊക്കെ ആര് ചെയ്യും ഇങ്ങനെ ചർച്ചയിൽ നിന്നാല്? ഒരാളുള്ളപ്പോ ഇവിടുത്തെ പണി മൊത്തം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 ആളായപ്പോ വാസി മത്സരമായ ഞങ്ങള് സംസാരിക്കണേന് ഉമ്മാക്ക് എന്താണ്? ഞങ്ങൾ തമ്മിൽ സംസാരിച്ച എന്താ മായം പൊട്ടി വീഴുമോ? പണി ഉണ്ടെങ്കിൽ ചെയ്യാനും ഞങ്ങൾക്കറിയും. ഉമ്മ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. എന്താ മോനെ കൊണ്ട് വേറെ പെണ്ണ് ഒന്നുകൂടി കെട്ടിക്കാനൊന്നും ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക്? അതന്നെ ഒന്ന് കാണണമെന്നോ? നിങ്ങൾ ഈ ഗാർഹിക പീഡനം കേട്ടിട്ടുണ്ടോ? പോയി ഗോതമ്പുണ്ട് തിന്ന് കിടക്കേണ്ടി വരും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണതേ ഞാനാണ്. വന്നതിലും വലുതാണല്ലേ ഇപ്പോൾ, ഉള്ളതിലും വലുതാണല്ലേ ഇപ്പോൾ വന്നത്. ഓളാള് ജില്ലയാണ്. എന്താ ഉള്ളത് മതിയായിരുന്നു, കത്തിക്കണ്ടായിരുന്നു. താത്തതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുക്കുന്നത് നല്ലതാണ്. താത്ത ഇത് കണ്ടൊക്കെ പഠിച്ചോ. ഇതിലും വലിയ സാധനമായിരുന്നു. ഇതൊക്കെ എന്ത് ചീള് കേസ്. ഇടയ്ക്ക് ഒരു ഡോസ് കൊടുക്കുക, അപ്പത്തന്നെ ശരിയാവും. വലിയ തലയിൽ കയറി നിരങ്ങാൻ വരും. താത്ത ഇതൊക്കെ കണ്ട് പഠിച്ചോ, ഭാവിയിൽ ഉപകാരപ്പെടും.